കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയ്ക്കായുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങി. JCB എത്തിച്ച് വഴിയൊരുക്കാനാണ് ശ്രമം. ആന അക്രമാസക്തനായാൽ മാത്രം മയക്കുവെടി വെക്കുന്ന കാര്യം പരിശോധിക്കുമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. പ്രദേശത്ത് ഇപ്പോഴും നിരോധനാജ്ഞ തുടരുകയാണ്. വിനീത VG കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. വിനീത, ഈ കാട്ടാന അക്രമാസക്തനാകുന്നുണ്ടോ? മയക്കുവെടി വെക്കുന്ന കാര്യം വനംവകുപ്പ് പരിഗണിക്കുന്നുണ്ടോ? എങ്ങനെയാണ് പുറത്തേക്കുള്ള വഴി ഒരുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഗോപികൃഷ്ണൻ ആവശ്യമെങ്കിൽ മാത്രം മയക്കുവെടി വെച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ആ ഒരു മേഖലയിലേക്ക് JCB എത്തിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അവിടെ JCB എത്തിക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമായിരുന്നു. കാരണം ആ സമീപ പ്രദേശത്തേക്കുള്ള കൃഷിയിടമാണ്. അവിടെ ഉടമയുടെ ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉറപ്പ് നൽകിയാൽ മാത്രമേ JCB അതിലേക്ക് കൂടി കടത്തിവിടാൻ കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം മറുപടി നൽകിയിരുന്നത്. ഇതിനെ തുടർന്ന് പിന്നീട് ഉദ്യോഗസ്ഥർ അദ്ദേഹവുമായൊക്കെ തന്നെ ചർച്ച നടത്തുകയും അദ്ദേഹത്തിന് നഷ്ടപരിഹാരം നൽകാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ JCB എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ആ JCB നിൽക്കുന്നതിന്റെ അതിന്റെ നേരെ താഴ്വശത്തേക്കാണ് ഈ കിണറുള്ളത്. ആ കിണറ്റിലാണ് ആനയുള്ളത്. ആന ഇപ്പോഴും അങ്ങനെ ഒരു അക്രമാസക്തനോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള പ്രശ്നവും ഒന്നും തന്നെ ഇല്ല. ആന ഇപ്പോഴും ശാന്തനായി തന്നെയാണ് ഉള്ളത്. പക്ഷേ ആന ക്ഷീണിതനാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 10 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ആന ഇപ്പോഴും ആ കിണറ്റിൽ തന്നെയാണ് ഉള്ളത്. രാത്രിയോട് കൂടിയാണ് ആന ആ കിണറ്റിലേക്ക് വീഴുന്നത്. ഒപ്പം തന്നെ പിന്നീട് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയെങ്കിലും ആന ഇനിയും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ സ്വയം പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരാക്രമമൊക്കെ തന്നെ ഈ ആന നടത്തിയിരുന്നു. അതിന്റെ ഒരു ഫലമെന്ന രീതിയിൽ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് നമുക്ക് ഈ കാണുന്ന ഈ കിണറിന്റെ ഒരു ഭാഗത്തേക്ക്, അത് മൺകട്ടയാണ്. ആ മൺകട്ടയിൽ ഏതാണ്ട് ഒരു 40% ആന കൂടുതൽ ശക്തമായി കൊമ്പുകൊണ്ടൊക്കെ ഇടിച്ചത് കാരണം അത് ഇളകിയിട്ടുണ്ട്. പക്ഷെ അതിന് മറുവശത്തേക്കൊക്കെ ഉള്ളത് തന്നെ ഈ കല്ലാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് അത് അത്ര ഈസിയായി അതിന് പുറത്തേക്ക് കടക്കുക എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ JCB ആ ഭാഗത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ മറുവശത്തുള്ള മണ്ണ് അത് നീക്കം ചെയ്തിരിക്കുന്നു. ഒരു പക്ഷേ ആനയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ് എങ്കിൽ അതുവഴി പോകുന്നതിനും മറ്റുമുള്ള ഒരു വഴി ഒരുക്കുന്നതാണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രദേശവാസികൾക്കൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ 4 വാർഡുകളിലായാണ് 144 പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പുറത്തിറങ്ങുന്ന ആളുകൾക്ക് പ്രദേശവാസികളോടൊക്കെ തന്നെ പോലീസ് എത്തി അവരോട് വീട്ടിലേക്ക് കയറണമെന്നൊക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി നൽകുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില ആശങ്കകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ കിണറിൽ നിന്നുള്ള വെള്ളമാണ് പലരും ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 25ഓളം കുടുംബങ്ങൾ അതിനെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കിണറിൽ നിന്ന് ആനയെ രക്ഷപ്പെടുത്തിയാൽ പിന്നീട് അത് ശുചീകരിക്കുന്നതിനും മറ്റുമുള്ള നടപടിക്രമങ്ങൾ അത് ഉത്തരവാദിത്തം അധികൃതർക്ക് ഉണ്ടാകണം. ഒപ്പം തന്നെ അതിനായിട്ടുള്ള ഫണ്ട് അനുവദിക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള ചില ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ആന അക്രമാസക്തനാവുകയാണ് എങ്കിൽ മാത്രം, അതായത് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാണ് എങ്കിൽ മാത്രം മയക്കുവെടിയിലേക്ക് സാഹചര്യം എന്താണ്? ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടല്ലോ. JCB എത്തിച്ചു കഴിഞ്ഞാൽ ആനയെ വഴിയൊരുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണോ ഇപ്പോഴുള്ളത്? അതല്ല മയക്കുവെടി വെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ നിലവിൽ? തീർച്ചയായും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വഴി ഒരുക്കിക്കൊണ്ട് ആനയെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ മയക്കുവെടിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലവിലില്ല എന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ JCB ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വഴി ഒരുക്കി ആനയെ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഈ ഘട്ടത്തിൽ. ആന പരാക്രമിയാണോ? അവിടെ പരാക്രമം കാണിക്കുന്നുണ്ടോ അതോ എന്താണ് ഇപ്പോഴവിടുത്തെ അവസ്ഥ? ഗോപി, ആന ഇപ്പോൾ ശാന്തനാണ്. ഇടയ്ക്ക് കിണറിൽ നിന്ന് ചില ശബ്ദങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വിടുന്നുണ്ട്. അത് ചില ചിഹ്നവിളിയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അത് ശാന്തനായി തന്നെയാണ് ഉള്ളത്. ഇടയ്ക്ക് രാവിലെയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനും മറ്റുമായിട്ടുള്ള ഒരു ശ്രമം കൊമ്പന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന്റെ ഫലമെന്ന രീതിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു മൺകട്ടയുടെ ഏതാണ്ട് പകുതിയോളം അത് ഇടിച്ചിട്ടു. തലയ്ക്കും ഒപ്പം തന്നെ പുറത്തൊക്കെ ചെറിയ രീതിയിലേക്കുള്ള പരിക്കുകളുണ്ട്. പക്ഷെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നും നിലവിലില്ല. അതിൽ ഏറ്റവും ആശ്വാസകരം എന്ന് പറയുന്നത് കിണറിൽ വലിയ തോതിൽ വെള്ളം ഇല്ലാത്ത കിണറാണ്. അതുകൊണ്ട് തന്നെ മുട്ടിന് താഴെ മാത്രമാണ് വെള്ളമുള്ളത്. ഇടയ്ക്ക് അത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു, ഒരല്പം വിശ്രമിക്കുന്നു, വീണ്ടും ആന ഇടിച്ച ആ ഭാഗത്തേക്ക് വീണ്ടും വരുന്നു. കൂടുതൽ ശക്തമായി ആ ഭാഗത്തേക്ക് ഇടിച്ച് പുറത്തേക്ക് കടക്കുന്നതിനുള്ള ആനയുടെ ശ്രമങ്ങൾ അതിനുള്ളിൽ തന്നെ നടത്തുകയാണ്. ഇപ്പോൾ ആ ഭാഗത്തേക്ക് കടക്കാൻ മാധ്യമപ്രവർത്തകർക്കും അനുവാദമില്ല. നമ്മൾ ആ കിണറിന്റെ മറുവശത്തേക്ക് മാറി നിൽക്കുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതെന്നാണ് പോലീസൊക്കെ അറിയിച്ചിട്ടുള്ളത്. ശരി വിനീത, കോതമംഗലം കോട്ടപ്പടിയിലാണ് കിണറ്റിൽ വീണ കാട്ടാനയ്ക്ക് പുറത്തെടുക്കാൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. JCB എത്തിച്ച് വഴിയൊരുക്കാൻ ശ്രമം നടത്തുന്നത്. അഥവാ ആന അക്രമാസക്തനായാൽ മാത്രം മയക്കുവെടി വെക്കാം എന്ന കാര്യമാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പ്രദേശത്ത് ഇപ്പോഴും നിരോധനാജ്ഞ തുടരുന്നു. ആന നിലവിൽ ഇപ്പോൾ ശാന്തനായി ആ കിണറ്റിൽ കിടക്കുകയാണ്. അവിടെ നിന്നും ആനയെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടെന്നാണ് വിനീത VG ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്തത്.